പണ്ട് മാസത്തിൽ 4 ലീവ് കിട്ടിയാൽ പോലും വീട്ടിലോട്ട് വരാത്ത മുതലാണ്. ഇപ്പം 2 ലീവ് കിട്ടിയാൽ വരെ വീട്ടിലോട്ട് കുറ്റിയും പറിച്ചിങ്ങോട്ട് പോരും. അതുമാത്രമല്ല, ഒരു തവണ പോലും എൻ്റെ ഫോണിലേക്ക് വിളിച്ച് എനിക്ക് സുഖമാണോ എന്ന് പോലും ചോദിക്കാത്ത ഇവനൊക്കെ ഇപ്പോൾ രാത്രി 7 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ഫോണിൽ ഒരു കോൾ വന്നിട്ടുണ്ടാകും. വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് വിശേഷം ചോദിക്കാൻ ഫോൺ എടുത്തപാടെ എന്നോട് ചോദിച്ചൊരു കാര്യം, നിന്നെ ആര് കാണുന്നത്, നിൻ്റെ മോനെ കാണിക്കടി എന്നായിരുന്നു. ഇതുപോലെ തന്നെയാണ് മേമേൻ്റെ കാര്യവും. മേമ പണ്ട് ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മുള്ളുമ്പോൾ നിൽക്കുന്ന പോലെ നിന്നുകൊണ്ടിരുന്ന കുട്ടിയാണ്. ഇപ്പോൾ 2 മിനിറ്റ് 5 മിനിറ്റ് കൂടുമ്പോൾ വിളിച്ചുകൊണ്ടിരിക്കും, ചേച്ചി കൊച്ചുറങ്ങിയോ, ചേച്ചി കൊച്ചെണീച്ചോ എന്നൊക്കെ. 9th സ്റ്റാൻഡേർഡിലായതുകൊണ്ട് തന്നെ ട്യൂഷൻ കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും ആള് പോകുമൊന്നുമില്ല. ആള് വെക്കേഷനാണ്, ഹെൻസൂനെ കളിപ്പിക്കട്ടെ എന്നും പറഞ്ഞിട്ട് മിനിറ്റിന് ഓടി ഇങ്ങോട്ടേക്ക് എത്തും. എന്തായാലും ഹെൻസു ഹാപ്പിയാണ്, അതുപോലെ തന്നെ ഞാനും ഹാപ്പിയാണ്. കാരണം എന്താണെന്നറിയോ, ഹെൻസൂനെ കുറച്ച് നേരം അവരുടെ കൈ കൊടുക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും ഒക്കെ. അങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു വിധത്തിൽ കുളിപ്പിക്കാൻ വേണ്ടി പിടിച്ച് വലിച്ച് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. കുളിപ്പിക്കൽ മാത്രമേ എനിക്ക് ജോലി ഉണ്ടായിരുന്നുള്ളൂ. കുളിപ്പിച്ചങ്ങ് കൈ കൊടുത്തു കഴിഞ്ഞാൽ മേമ അവനെ സുന്ദര കുട്ടപ്പനാക്കി അങ്ങ് കൊടുത്തോളും. എന്തായാലും അവൻ നല്ല ഹാപ്പിയാണ്, കൂടെ ഞാനും ഹാപ്പിയാണ്.